Hey guys, welcome back. It's me DMK Sobo. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബറി മാർണസ് 2 ആണ് ഗൈസ്. നമ്മൾ ഇതിന്റെ 1 ഒരു വട്ടം കളിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണാം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഈ റോബറി മാർണസ് 2 ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ പോവാം. തുടങ്ങണം ഒരു വീട്ടിൽ നിന്നാട്ടാ. അയ്യോ, അങ്ങോട്ട് വിളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 2 ആയതുകൊണ്ട് നൈസാട്ടോ. അയ്യോ, CCTV ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് രാത്രി. 2 ആയതുകൊണ്ട് നൈസ് ഗെയിമാണ്. അയ്യോ, CCTV അടിച്ചു. അയ്യോ, നമ്മളിവിടെ വിളിക്കുക. സീനായി CCTV നിന്നാ ഇവിടെ ആരും ഇല്ലാട്ടോ ഗൈസ്. അതാണ് സീന്. അതുകൊണ്ട് നമുക്ക് എന്തുവേണേലും മോഷിച്ചിട്ട് പോവാം. ഫസ്റ്റ് ഗെയിമായ കാരണം കുഴപ്പമില്ല, അവിടെ ഒന്നും ഇല്ലാത്ത കാരണം, എല്ലാവരും ഇല്ലാത്ത കാരണം പിന്നെയും സീനില്ല. ഇപ്പോൾ ഗൈസ് ഇവിടുത്തെ ലാപ്ടോപ്പൊക്കെ വെറുതെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ എടുത്തോണ്ട് പോവാം. പിന്നെ എന്തൊക്കെ എടുക്കാൻ പറ്റുന്ന വെച്ചാൽ അതൊക്കെ എടുത്തിട്ട് പോവാം ഗൈസ്. ഫ്രിഡ്ജൊക്കെ തുറക്കാൻ പറയുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല സ്ഥിതിക്ക് നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ തുറന്നോ. അപ്പോൾ ഗൈസ് നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടാ. പുറത്തിന് എന്തിട്ടേക്കുള്ള നോക്കണം. ഇവിടെ ഒക്കെ എത്തിനും തുറക്കണമെങ്കിലും ഈ സംഭവം ആക്കണം തോന്നുന്നു. ആകെ സീനാട്ടാ ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ കിട്ടില്ല ഗെയിം. എൻ്റെ പൊന്നോ, മാതിരി ഗെയിം ഞാൻ കണ്ടില്ല കേട്ടോ. അടുത്ത് നമുക്ക് ഓരോ റൂമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഇവിടെ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ആരൊക്കെ കൂടെ അല്ലാറടിക്കണം. വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ കൊണ്ടിരിക്കണേ. ഓരോ സീന് ഗ്രാഫിക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കണത്. വാഷിംഗ് മെഷീനൊക്കെ നെഞ്ചത്താ കൊണ്ടുവയ്ക്കണവൻ. വാഷിംഗ് മെഷീനൊന്നും പൊക്കാൻ പറ്റില്ല എന്ന് പറയാം. എനിക്ക് എല്ലാവർക്കും അറിയാം. എക്സിറ്റ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇല്ലാത്ത പോലീസ് ഓടുന്നു. നമ്മളങ്ങനെ എസ്കേപ്പ് അടിച്ചു. സീൻ ഗെയിം ആട്ടാ. നമുക്ക് അടുത്ത പ്രാവശ്യം ജയിലിൽ നിന്നാട്ടാ വരണേ. ജയിലിൻ്റെ സംഭവമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഗൈസ്. പാട്ടൊക്കെ കണ്ടിട്ടാ. അയ്യോ, അങ്ങനെ ഗൈസ് നമ്മൾ ഇതൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ പറഞ്ഞു തരാണ്. മതിയൊക്കെ എല്ലാം മനസ്സിലായി. ഓപ്പ് ഇല്ല പൊന്നോ, ബട്ടൺസൊക്കെ ഏതൊക്കെ അമർത്തണം എന്നൊക്കെ അറിയാം എൻ്റെ. അങ്ങനെ നമുക്ക് ഇത് സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ ജയിലിൽ നിന്ന് എസ്കേപ്പ് അടിക്കണം എന്നാണ് പറയണത് ഗൈസ്. ആകെ സീൻ നമുക്ക് ഗ്രാഫിക്സ് ആട്ടാ. അടിക്ക് ഇറങ്ങിക്കോ. ഇറങ്ങണ ഇറങ്ങി 125 ചാടിയ. ഓ സീനാട്ടവൻ. ഇതിലെ കള്ളൻ്റെ മോന്തൊക്കെ വ്യത്യാസമാണ്. ക്രോബാർ കിട്ടിയിട്ട് നമുക്ക് ബസ്സിൽ തന്നെ ക്രോബാർ കൊണ്ടിട്ട് എന്തിനു ചെയ്യണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് തുറക്കാൻ, ഇത് കുത്തി തുറക്കാൻ ക്രോബാർ വേണം. അതിൻ്റെ അട്ടയിൽ കൈയിട്ട് വാരില്ലേക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. ഓടാനും ചാടാനൊക്കെ പറ്റുന്നത്. ഓടാനും ചാടാനുള്ള ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് വയസ്സ്. സീനാണ്. പിന്നെ അടുത്തത് ഈ വാതിൽ കുത്തി തുറക്കേണ്ടി വരും തോന്നുന്നു. അത് കോഡ് പോലെ സംഭവമാണ് ഗൈസ്. ഇതിൽ ചാവി സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കിട്ടോ. അയ്യോ, കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടണം. ഇനി ആകെ ഒരു അവസരമുള്ള എനിക്ക് 2 അവസരം ഞാൻ തുലച്ച് കളഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളതും തുറന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ. അയ്യോ, CCTVയിൽ എന്തായാലും പെടും, ഉറപ്പാണ്. CCTV ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് തന്ത്രപൂർവ്വം ഇങ്ങോട്ട് കിടക്കാം. അയ്യോ, CCTV ആക്രമിക്കാൻ വരെ. അങ്ങനെ നമ്മൾ CCTVയുടെ ബാക്കിൽ കൂടെ എങ്ങനെയൊക്കെയോ വന്നിട്ടുണ്ട്. ഇത് കുത്തി തുറക്കാൻ ക്രോബാറുള്ള കാരണം എല്ലാ സംഭവങ്ങളും എളുപ്പമാണ്. അങ്ങനെ CCTVനെ നമ്മൾ ഉറക്കി. ഇനിയിപ്പോൾ CCTVയിൽ സീനില്ല. ഓഫ് എൻ്റെ പൊന്നോ, കഴിഞ്ഞില്ല അവരെ വർത്താനം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കണം. അയ്യോ, പോലീസ് അവിടെ നോക്കിയാൽ ചാടി വന്നിട്ടുണ്ട്. ബാക്കായോ എത്ര പെട്ടെന്ന്. ഓ, നമുക്കിത് പറഞ്ഞ തന്നെ ഗെയിമാണ്. ട്രയലാണ്. ട്രയല്. അയ്യോ, നമ്മൾ തിരിച്ചു പോവാണ്. ട്രയലില് നമ്മൾ എത്ര എണ്ണം പോലീസ് പിടിച്ചാലും നമ്മൾ തിരിച്ചു വരും. നമ്മളോട് ഒളിച്ചു പോകണം തോന്നുന്നു. പോയില്ലടേ, വെടിവെച്ചു പോലീസ് സീന്. അറിയാടോ പൊന്നുമോളൊന്ന് പോയി തരൂ. പോലീസ് അവിടെ നിന്ന് എത്തണല്ലോട്ടാ. ദേ വരുന്നു. ജോ, നമ്മൾ 1 കളിച്ച പോലെ കേട്ടോ അവിടുത്തെ പോലീസ്. പൊന്നു 1 കളിച്ച റോബോട്ടുകളാ. ഇതൊക്കെ എന്തിട്ട് തരം ജീവികളാണ് എന്തോ. നമ്മളിങ്ങനെയൊക്കെ വന്നിട്ട് ഇവിടെ ഒളിച്ച് കയറണം. അങ്ങനെ ഒളിച്ച് കയറണം വെച്ചില്ല, നമുക്ക് ക്രോബാർ ഉപയോഗിച്ച് ഞാൻ തുറക്കാന്നുള്ളതാണല്ലോ.
അങ്ങനെ കൈസ് നമ്മളിത് അതും ചെയ്തിട്ടുണ്ട്. ഇതും തിരിച്ചത് ഇങ്ങോട്ട് ചാടില്ലേ? ചാടി. അങ്ങനെ കൈസ് നമ്മളിത് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എസ്കേപ്പ് ആയിട്ടില്ല. ഇനിയും കുറേ സംഭവങ്ങൾ കാണാമെന്നാണ് പറയണത്. അങ്ങനെ കൈസ് ഓടിച്ചാടാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. അയ്യോ അവിടെ പോലീസ് ഉണ്ടാ. അയ്യോ പോലീസ് പിടിച്ചു. നമ്മൾ വീണ്ടും ബാക്ക് അടിച്ചു. കുനിഞ്ഞു പോണം തോന്നുന്നു. കുത്തിക്കോ. നമ്മൾ ക്രോബാർ കൊണ്ട് ഒരു അടിച്ചു ഗൈസ്. ക്രോബാർ കൊണ്ട് ഒരു അടിച്ചപ്പോൾ ചെക്കൻ്റെ തലക്ക് ഇറങ്ങി. എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ഇത്രയൊക്കെ സംഭവം ഉണ്ടായിരുന്നു ഇതിൽ. ഇത് കൊള്ളാലോ ഗെയിം. നമുക്ക് പെട്ടെന്നായിട്ട് എസ്കേപ്പ് അടിക്കാനൊക്കെ പറ്റുന്നുണ്ട് അതിൽ. ചീട് കേസാണ്. എല്ലായിടത്തും മാളാണ് കൊടുത്തിരിക്കുന്നത്. മാള നമുക്ക് എസ്കേപ്പ് അടിച്ച് നോക്കാം. ഇത് മറ്റേ വണ്ണിലെ സാധനം എസ്കേപ്പ് അടിക്കാനുള്ള സാധനങ്ങളാണ് ഗൈസ്. ഇത് എസ്കേപ്പിംഗ് ഗെയിമാണ്. അപ്പോൾ ആദ്യം തന്നെ മിക്സി മോഷ്ടിക്കാൻ പറയും. പിന്നെ ഈ ഫ്രിഡ്ജ് മോഷ്ടിക്കാൻ പറയും. കുറേ സാധനങ്ങൾ മോഷ്ടിക്കാൻ പറയും. ഇതിനായിട്ട് ഭേദം വണ്ണ് കളിക്കുന്നതാണല്ലോ. വണ്ണിൽ ഇതേ സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നതും. ബ്രെഡ് വേണമെന്ന് മോഷ്ടിക്കണമെങ്കിൽ. ഇത് വണ്ണ്. അതേ റോബോട്ടുകൾ. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സൊക്കെ. പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള പാന്. അങ്ങനെ നമ്മളിത് ഇങ്ങനെയൊക്കെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും ഉള്ളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് വണ്ണ്, വേറെ ഒന്നുമില്ല. വണ്ണിൻ്റെ അതേ ഗെയിം തന്നെ ആട്ടോ ഗൈസ്. ഇത് വേറെ രക്ഷയില്ല. വണ്ണന്നെ ഗൈസ്, വണ്ണന്നെ, ഒരു സംശയമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്ര ഉള്ള ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ വരാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.